ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ള വളരെ സിമ്പിളായിട്ട് മേക്ക് ചെയ്യാൻ പറ്റിയ ഒരു 2 ടിക് ടിക് ക്ലിപ്പും അതുപോലെ തന്നെ അതിനോട് മാച്ചായ ഒരു എയർ ബാൻഡും കൂടി ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ്. നമുക്ക് വേസ്റ്റ് ക്ലോത്തൊക്കെ ഒരുപാട് കിട്ടും. അപ്പോൾ ഇതുപോലെയുള്ള വേസ്റ്റ് ക്ലോത്ത് കൊണ്ടൊക്കെ നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി സാധനമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ഇതിൽ നമ്മൾ കുന്തൻ സ്റ്റോണും കൂടി ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ ഇതുപോലുള്ള ക്ലിപ്പുകൾ ചെയ്തിട്ടുള്ള കുന്തൻ സ്റ്റോണൊന്നും ഒട്ടിക്കാതെ നമ്മൾ ഒരുപാട് ഇതൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൽ കുന്തൻ സ്റ്റോണും കൂടി ഒട്ടിച്ചിട്ട് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ 7 സെൻറ്റിമീറ്റർ നീളത്തിലും അതുപോലെ 6 സെൻറ്റിമീറ്റർ വീതിയിലുള്ളൊരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അതിനെ ഇതുപോലെ നമ്മൾ ഫ്ലവർ ടൈപ്പിലൊന്ന് മടക്കി ഒന്ന് സൂചി കൊണ്ട് തുന്നി കൊടുക്കുക. ഇത് നമുക്ക് തയ്യൽ മെഷീനൊന്നും ആവശ്യമില്ല, സൂചി മാത്രം ഉപയോഗിച്ചാൽ മതി. ശേഷം നമ്മൾ ഒരു ബോ എടുത്തിട്ടുണ്ട്. നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ബോൺ എടുത്തിട്ടുള്ളത്. ആ ബോമ്മൽ ഓൾറെഡി ഒരു ചിക്കു കളർ ഒരു റിബൺ ചുറ്റിയിട്ടുണ്ട്. അതിൻ്റെ മേലെ നമ്മുടെ ഈ ക്ലോത്തിൽ നിന്നുള്ള വർക്കില്ലാത്ത പ്ലെയിൻ തുണിയാണ് ചുറ്റിയിട്ടുള്ളത്. ജസ്റ്റ് ചുറ്റി കൊടുത്തതിന് ശേഷം എൻഡ് ഭാഗം നമ്മൾ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. എയർ ബോമിലൊക്കെ ഒട്ടിക്കുന്ന ഒരു ടാപ്പാണിത്. പിന്നെ നമ്മൾ ഫെൽറ്റ് ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഫെൽറ്റ് ഷീറ്റിൽ റൗണ്ട് ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് B7000 പശ തേച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു ഷേപ്പ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. കുന്തൻ സ്റ്റോണാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു 6 കുന്തൻ സ്റ്റോൺ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പിലുള്ളൊരു കുന്തൻ സ്റ്റോണാണിത്. സെൻറ്ററിൽ ചെറിയൊരു സ്റ്റോണും കൂടി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ എയർ ബോമിലേക്ക് ഇത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട്. എയർ ബോമിലും കൂടി കൂടിയിട്ട് ഇങ്ങനെ പശ തേച്ചിട്ട് നമുക്ക് ഒട്ടിക്കണം. നമ്മൾ പശ തേച്ചിട്ടുണ്ട്, അതും കൂടി ഇങ്ങനെ ഒട്ടിച്ചെടുക്കണം. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഐറ്റം തന്നെ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പല കളറുള്ള നെറ്റൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ശേഷം ഒന്ന് കുന്തൻ സ്റ്റോൺ, നമ്മൾ ഡിസൈൻ ചെയ്ത കുന്തൻ സ്റ്റോണും ഒന്ന് പശ തേച്ചൊന്ന് ഇട്ടിച്ചിട്ടുണ്ട്. ഈ ഒരു സൈഡിൽ ചെറിയൊരു ഭാഗം നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ കുന്തൻ സ്റ്റോൺ തന്നെയാണ് എടുത്തിട്ടുള്ളത്. റൗണ്ട് ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോൺ എടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഇടയിലൂടെ സ്റ്റോൺ ചെയിൻ ഇങ്ങനെ ഒന്ന് വളഞ്ഞ രീതിയിൽ ഇങ്ങനെ സിഗ്സാഗ് രീതിയിൽ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലൊക്കെ നമ്മൾ ഓൾറെഡി പശ തേച്ചിട്ടുണ്ട്. പശ തേച്ച ഉടനെ ഇതൊക്കെ ചെയ്ത് കൊടുക്കുക. സ്റ്റോൺ ലേസ് നമുക്ക് ഇതുപോലെ റോളൊക്കെയായി വാങ്ങാൻ കിട്ടും. അത് അങ്ങനെ വാങ്ങുന്നതാണ് നമുക്ക് ലാഭം തോന്നൽ. അപ്പോൾ ഇതൊരു ഗോൾഡൻ കളറാണ്, ചെറിയ സ്റ്റോൺ ലേസാണ്. അപ്പം ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.